പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മെനോപോസ് വന്നു കഴിയുമ്പോൾ ഇവർ സെക്ഷുവൽ ഇതിൽ സഹകരിക്കാതെ അവർക്ക് വേദന കൊണ്ടോ താല്പര്യക്കുറവോ ഇല്ലാതെ ഇരിക്കും. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നതാണ് അവൾക്കിപ്പോൾ 40 വയസ്സായി 50 വയസ്സായി മെനോപോസായി പിന്നെ ഒന്നുമില്ല. പക്ഷെ പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വന്നാൽ അപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു നീഡുണ്ട്. സ്ത്രീകൾ പലവരും, എല്ലാവരും അല്ല, ഹെൽത്തി ആയിട്ടുള്ള കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പലരും അതോടുകൂടി ഐദർ തീരെ ഇല്ലാണ്ടാക്കും അല്ലെങ്കിൽ തീരെ കുറവാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയും ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നു പുരുഷന്മാർക്ക്. അപ്പോൾ അതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവർക്ക് കുറച്ചൊരു സെക്ഷുവൽ എഡ്യൂക്കേഷനും സെക്സ് തെറാപ്പികളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം മാറ്റിമറിക്കാവുന്ന ഒരു ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതേ ഹോർമോൺ നമുക്ക് പുറത്തുനിന്ന് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും പറ്റും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഇപ്പോൾ സ്ത്രീകൾ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും, ഇല്ലാത്ത ഹോർമോൺ സപ്ലൈ ചെയ്യണത്. അതേപോലെ പുരുഷന്മാർക്കും ഉണ്ട് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒക്കെ ചീത്തയാണ്, സൈഡ് എഫക്റ്റാണ്, പ്രശ്നമാണെന്നൊക്കെ. പക്ഷേ ഈ ഹോർമോൺ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് കുറയും. ഇപ്പം യങ്ങായിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസും അവരുടെ ലോഞ്ചിവിറ്റി നോക്കിയേ ഹൈ അല്ലേ. അപ്പോൾ പ്രായമായ പുരുഷന്മാർക്ക് കുറച്ച് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെങ്കിൽ അവർ ഹെൽത്തി ആയിരിക്കും, ലോഞ്ചിവിറ്റി കൂടും. കാരണം എല്ലാം പറയില്ല, ചില പ്രായമായ ആളുകൾക്ക് ഹൈ ഉള്ളവർ അവർ ഹെൽത്തിയാണ്. അവരുടെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ഫാമിലി ലൈഫൊക്കെ ഭയങ്കര ബെറ്ററാണ്, വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിത് സപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ ഈ